ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു സഹോദരി കമൻസിൽ ചോദിച്ചിരുന്നു, അതായത് ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒന്നിച്ച് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് ഒറ്റയടിക്ക് ഇങ്ങനെ പറഞ്ഞ് പോകുമ്പോൾ ചിലപ്പം ഫുള്ള് ക്ലിയർ ആവില്ല. അതുകൊണ്ട് ഞാനത് വിശദമായിട്ട് തന്നെ ഒന്ന് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ തുണി ഒന്ന് നിവർത്തി, ഏത് തുണിയാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നതെങ്കിലും ആ തുണി ഒന്ന് നിവർത്തി നോക്കുക, അതിൻ്റെ ഡിസൈൻ എങ്ങനെയാണ്, അതിൻ്റെ വർക്ക് എങ്ങനെയാണ് എന്നൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ തുണി മടക്കുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ തുണി ഇതിൻ്റെ ഇപ്പം ഇങ്ങനെ ഇതിപ്പോൾ ഫ്രണ്ട് പാർട്ടാണ്, നമ്മളിപ്പം ഫ്രണ്ട് പാർട്ടായിട്ട് ഇതെടുത്ത് ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ ഇതേപോലെ മടക്കിയാൽ ഇതിൻ്റെ ബാക്ക് പാർട്ട് വരുന്നത് ഇവിടെയാണ്. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ താഴെ ഭാഗമായിട്ട് നമ്മൾ കൂട്ടി, അപ്പോൾ അതിനെ ബാക്ക് പാർട്ടായിട്ട് നമ്മൾ ഇതേപോലെ മടക്കിയാൽ എന്താവും, ഈ ബാക്ക് പാർട്ടിൻ്റെ ഡിസൈൻ തല കുത്തി നിൽക്കുന്ന പോലെ വരും. ഇതുപോലെ ഈ ഡിസൈൻ അല്ല, ഇനിയിപ്പോൾ മൊത്തത്തിലുള്ള ചെറിയ ചെറിയ ഡിസൈൻ ആണെങ്കിലും ചില ഡിസൈനൊക്കെ ഇങ്ങനെ മുകളിലോട്ട് തന്നെ നിൽക്കുന്നത്, ഇപ്പോൾ ഒരു ഇലേൻ്റെ ഡിസൈനോ അല്ലെങ്കിൽ പൂവിൻ്റെ ഡിസൈനോ അങ്ങനെ പല ഡിസൈനുകളും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇതേപോലെ ഒന്നിച്ച് മടക്കിയാൽ ചിലപ്പോൾ അത് ബാക്ക് പാർട്ടിൽ തല കുത്തി നിൽക്കുന്ന പോലെ ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെയുള്ള തുണിയാകുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഇവിടുന്ന് ഇപ്പം ബാക്ക് പാർട്ട് വേറെ ഫ്രണ്ട് പാർട്ട് വേറെ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് ഇത് തിരിച്ചിട്ട് ഇതേ താഴെ വരുന്ന വിധത്തിൽ തന്നെ താഴെ മീതിയായിട്ട് വെച്ച് കൊടുക്കുക. വെച്ചതിന് ശേഷമായിരിക്കണം മടക്കുന്നത്. അപ്പോൾ ഇത് മടക്കുമ്പോൾ ഞാൻ മറ്റേ മടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തുണി വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഇത് തന്നെ നോക്കാതെ, കാരണം ഇവിടെ കൈയിൻ്റെ ഡിസൈനാണ് വരുന്നത് ഈ താഴെ ഭാഗം. അപ്പോൾ നമുക്കിങ്ങനെ ഒന്നിച്ച് മടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നോക്കിയിട്ടായിരിക്കണം, അതായത് താഴെയും മീതിയായിട്ട്, അതായത് ശരിക്കും രണ്ട് ഡിസൈനും ബാക്കിലായാലും ഫ്രണ്ടിലായാലും താഴെ വരുന്ന വിധത്തിൽ അതിനെ നോക്കിയിട്ട് ഒന്നിച്ച് വെച്ച് കൊടുക്കാം. അതിന് ശേഷം ആയിരിക്കണം നമുക്ക് ആവശ്യമുള്ളത്ര മാത്രം മടക്കാം. ഇതിപ്പോൾ ഇവിടെ കൈയിൻ്റെ ഡിസൈനാണ് വരുന്നത്. അപ്പോൾ കൈയിൻ്റെ ഡിസൈൻ വരുമ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് മടക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ ഈ സൈഡിലാണ് ഇങ്ങനെ കൈയിൻ്റെ കൈക്ക് വേണ്ടിയിട്ടുള്ള ഡിസൈനും അതിൻ്റെ ആ ഒരു ഭാഗം ഈ സൈഡിലാണ് ഉള്ളത്. അപ്പോൾ അത് ഒന്നുകിൽ ഇത് മുറിച്ചിട്ട് ആദ്യം തന്നെ മുറിച്ച് മാറ്റി വെക്കാം, എന്നിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ ആദ്യം തന്നെ അളവ് എടുത്തിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് ഈ അളവിന് കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കാം. അതായത് രണ്ട് പീസും ഒന്നിച്ച്. അപ്പോൾ നമുക്ക് മടക്കി കഴിയുമ്പോൾ ഇത് 4 എണ്ണം ഉണ്ടാവും ആ വിധത്തിൽ. അല്ലെങ്കിൽ ചില ഇപ്പോൾ പാകിസ്ഥാനി മെറ്റീരിയലിനൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തായിരിക്കും കൈയിൻ്റെ ഭാഗം ഉണ്ടാവില്ലേ, കൈക്ക് വേണ്ടിയിട്ടുള്ള ആ പീസ്. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി കൊടുത്താൽ മതി. എന്നിട്ട് അപ്പോൾ ചില മെറ്റീരിയലുകൾ ഇതുപോലെ കഴുത്തിന് കറക്റ്റായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഡിസൈനോ വർക്കോ ഒക്കെ ഉള്ളതായിരിക്കും. അങ്ങനെയുള്ളത് പിന്നെ ആ കഴുത്തിന് അതിന് കണക്കായിട്ട് ഇത് ഈ വർക്ക് ഇങ്ങനെ മിഡിലിൽ വരുന്ന വിധത്തിൽ, സെൻറ്ററിൽ വരുന്ന വിധത്തിലായിരിക്കണം ഇത് മടക്കുന്നത്. അത് പല ടൈപ്പും ഉണ്ടാവും, കഴുത്തിനനുസരിച്ചുള്ള വർക്കും ഡിസൈൻ. അപ്പോൾ അതൊക്കെ അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ പിന്നെ കൈയിൻ്റെ ഭാഗം ലാസ്റ്റാണ് ഉള്ളത്. ഇപ്പോൾ ഇതിനൊക്കെ അങ്ങനെയാണ് ഉണ്ടായത്, ലാസ്റ്റാണ് കൈയിൻ്റെ ഭാഗത്ത് കൈക്ക് വേണ്ടിയിട്ടുള്ള ആ പോർഷൻ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടായിരിക്കണം ബാക്കിയുള്ള ഭാഗം മടക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ ഏത് തുണിയാണ് കട്ട് ചെയ്യുന്നതെങ്കിലും അതിനെ ആദ്യം ഒന്ന് ഫുള്ളായിട്ട് നിവർത്തി നോക്കിയിട്ട് അതിൻ്റെ കൈക്ക് വരുന്ന ഭാഗം ഏതാണ്, പിന്നെ ബോഡീൻ്റെ ഡിസൈൻ എങ്ങനെയാണുള്ളത്, കഴുത്തിൻ്റെ ഡിസൈൻ വരുന്നുണ്ടോ, അങ്ങനെ അതെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കണം മടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സാധാരണ പിന്നെ അപ്പോൾ അതായത് ഡിസൈൻ താഴോട്ടാകുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതായത് ഒരേ ഡിസൈൻ ഇങ്ങനെ പോകുന്ന ഇലയോ ലീഫ് പൂവോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അതിങ്ങനെ മടക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വരുന്നുണ്ടോ, ഇപ്പുറത്തുമ്പോൾ അത് തല കുത്തി നിൽക്കുന്ന താഴോട്ട് നിൽക്കുന്ന പോലെ വരും. അപ്പോൾ അത് ശ്രദ്ധിക്കാം നല്ലോണം. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു പിന്നെ സാധാരണ പ്രിൻ്റോ അല്ലെങ്കിൽ പ്ലെയിനോ അങ്ങനെയുള്ള തുണിയാണെങ്കിൽ 2 വിധത്തിൽ മടക്കാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അത് ഒരു വിധത്തിലുള്ളത് ഈ തുണി മൊത്തം നിവർത്തി വെച്ചിട്ട് അതിൻ്റെ വീതി 2ആയി മടക്കിയിട്ട് അതിനെ വീണ്ടും മടക്കുന്നതാണ്. അപ്പോൾ ഇതാണ് തുണിൻ്റെ വീതി 2ആയി മടക്കിയിട്ട് അതിന് വീതി 2ആയി മടക്കിയതിന് ശേഷം നീളം 2ആയി മടക്കി. അപ്പോൾ ടോട്ടൽ 4 പീസ് ഇങ്ങനെ 4 എണ്ണമായിട്ട് വരുന്ന വിധത്തിൽ ആണ് ഈ മടക്കിയത്. അപ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ ഞാൻ ആദ്യത്തെ ടോപ്പ് കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഫുള്ളായിട്ട് മടക്കിയാൽ നമുക്ക് 2 ചെറിയ പീസായിട്ട് ഇങ്ങനെ സൈഡിൽ പോകും വേസ്റ്റ്. പക്ഷേ കൈ എടുക്കുമ്പോൾ ജോയിൻ്റ് ആക്കിയാൽ പ്രശ്നമില്ല, അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിലും കൈക്ക് ജോയിൻ്റ് കൊടുത്താൽ മതി. ജോയിൻ്റ് വെക്കുന്ന കൈ എങ്ങനെയാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മാത്രം മടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അളവ് മാർക്ക് ചെയ്തിട്ട് തുണി നിവർത്തി വെക്കാം. 2ആയി മടക്കിയിട്ട്, അതായത് നീളം 2ആയി മടക്കിയിട്ട് തുണി നിവർത്തി വെച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള അളവ് മാർക്ക് ചെയ്ത് അവിടെ പിന്ന് കുത്തി വെക്കാം. എന്നിട്ട് ആ പിന്ന് കുത്തിയതിനനുസരിച്ച് നമ്മൾ മടക്കാം. ആ പിന്നുത്തുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഈ അകത്തുള്ള തുണി ഇങ്ങനെ നീങ്ങിപ്പോവും ചിലപ്പം.
അപ്പോൾ ഇത് മറ്റേ വിധത്തിലുള്ള മടക്കലാണ്. അപ്പം ഇത് മടക്കുമ്പോൾ ഇങ്ങനെ മടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പിന്ന് കുത്തിവെക്കുന്നത് പറഞ്ഞാൽ ഇതിപ്പം അകത്താണ് ഒരു പീസ് ഉള്ളത്. അതായത് ഇവിടെ മൊത്തം 4 പീസും പിന്നെ ഇങ്ങനെയാണ് ഉള്ളത്. അതായത് രണ്ട് പാർട്ടും ഒന്നിച്ച് മടക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു പാർട്ട് ഇതിൻ്റെ അകത്താണ് ഉള്ളത്. അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മൾ അറിയാതെ ചിലപ്പോൾ അതിങ്ങോട്ട് ഇതിൻ്റെ അകത്തുനിന്ന് നീങ്ങിപ്പോവും. അപ്പോൾ ആ നീങ്ങിപ്പോവാതിരിക്കാനാണ് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അകത്തുനിന്ന് നീങ്ങിപ്പോവില്ല. ഇങ്ങനെ മടക്കിയത് നമ്മൾ ഈ താഴെ വീതിക്ക് അനുസരിച്ചാണ് ഈ പിൻ ചെയ്തിട്ട് മടക്കുന്നത്. നമുക്ക് എത്ര ആവശ്യമുള്ള മടക്കുന്നത്. പിന്നെ ബാക്കി പീസ് നമുക്ക് കൈക്കോ മറ്റോ എടുക്കാം. മറ്റേ ടൈപ്പിൽ കട്ട് ചെയ്യുമ്പോൾ ഈ പിൻ ആവശ്യമില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇങ്ങനെയാണ് അതിൽ മടങ്ങിയിട്ട് വരുന്നത്. കാരണം ഈ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഇങ്ങനെ രണ്ടും താഴെയും മീതിയും ആയിട്ട് വേറെ വേറെ നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇത് നീങ്ങി പോകാനുള്ള സാധ്യതയൊന്നുമില്ല. ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം പിൻ ചെയ്ത് വെച്ചാൽ മതി. മറ്റേതാകുമ്പോൾ ഇങ്ങനെ അകത്തുനിന്ന് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതുവരെ മടക്കേണ്ട വിധമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എങ്ങനെയാണ് അതിനെ അളവുകൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം പിന്നെ ഞാനിപ്പോൾ ഇത് അതായത് ബാക്ക് പാർട്ടിനും ഫ്രണ്ട് പാർട്ടിനും വ്യത്യാസമുള്ളത് ഏതാണ്? കൈക്കുഴിയും കഴുത്തും മാത്രം. ബാക്കിയെല്ലാം സെയിമാണ്. അപ്പോൾ ആ ഭാഗം മാത്രമേ നമ്മൾ പിന്നെ വരക്കിച്ച് കാണിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ ടോപ്പ് കട്ട് ചെയ്യുന്നത് നിങ്ങൾ മറ്റേ വീഡിയോയിൽ ഫുള്ള് വിശദമായിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കണ്ടാൽ മതി. ഇതിപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ മടക്കിയിട്ട് അതായത് മറ്റേ വിധത്തിൽ മടക്കാം. ഞങ്ങൾ ആദ്യം മടക്കി കാണിച്ച പോലെ ജസ്റ്റ് മടക്കി കാണിക്കാം. ഇപ്പോൾ ഞാൻ ഇത് നിങ്ങൾ തുണിയിൽ സങ്കല്പിച്ചാൽ മതി. ഇപ്പോൾ ഞാനിത് പേപ്പറാണ് തൽക്കാലം കട്ട് ചെയ്യുന്നത്. കാരണം എന്താ നിങ്ങൾക്ക് പേപ്പറിലാകുമ്പോൾ കുറച്ചുകൂടി ഇതിൻ്റെ ചിത്രം വരക്കുന്ന മാർക്കിംഗ് ഒക്കെ കറക്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിലാണ് ഞങ്ങൾ മാർക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് പേപ്പറിന് ഞാനിപ്പോൾ 2ആയി മടക്കി, അതായത് വീതി 2ആയി മടക്കിയിട്ട് പിന്നെ അതിൻ്റെ നീളം 2ആയി വീണ്ടും മടക്കി. അപ്പോൾ നമുക്ക് 4 പീസായിട്ട് വന്ന് പിന്നെ അതായത് ഇത് ഫ്രണ്ട് പാർട്ടാണ്, ഇത് ബാക്ക് പാർട്ട്, അങ്ങനെ 2 പീസും ഇതായിട്ട് വന്നു. ഇവിടെ ഓപ്പൺ സൈഡ് ഈ സൈഡിലാണ്. ഇത് 4 പീസ് ഇവിടെ കാണും നമുക്ക്. ഇങ്ങനെയാണ് നമ്മൾ ഇതാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ കഴുത്തും പിന്നെ കൈക്കുഴിയും മാർക്ക് ചെയ്യാണ്. കഴുത്തും കൈക്കുഴിയും എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൻ്റെ കഴുത്തും ബാക്കിൻ്റെ കഴുത്തും ഇതിൽ തന്നെ മാർക്ക് ചെയ്യും. അതുപോലെ തന്നെ കൈക്കുഴിയും ഫ്രണ്ടിൻ്റെ കൈക്കുഴിയും ബാക്കിലെ കൈക്കുഴിയും രണ്ടും ഇതിൽ തന്നെ മാർക്ക് ചെയ്ത് വരക്കും. ഇപ്പോൾ ബോഡി പാർട്ടിൻ്റെ ബാക്കിലെ കഴുത്ത്, ഫ്രണ്ടിലെ കഴുത്ത്, ബാക്കിലെ കൈക്കുഴി, ഇത് ഫ്രണ്ടിലെ കൈക്കുഴി, 2 ഇതിൽ വരച്ചു. അതായത് നമുക്ക് 2 പീസിലായിട്ട് വരക്കേണ്ടത് രണ്ടും ഇതിൽ തന്നെ വരച്ചു. ഇനി കട്ട് ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു. നമുക്കിനി കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ബാക്കിലെ കഴുത്തും ബാക്കിലെ കൈക്കുഴിയും കട്ട് ചെയ്യാം. നമ്മൾ ബാക്കിലെ കഴുത്തും ബാക്കിലെ കൈക്കുഴിയും മുറിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കിത് ഇങ്ങനെ മടക്കിയതുകൊണ്ട് ഈ അടിയിലത്തെ പീസ് ഇങ്ങോട്ട് മാറ്റിയാൽ മതി. ഇനിയിപ്പോൾ അകത്തായിട്ടുള്ള മറ്റേ വിധത്തിലാണ് മടക്കുന്നതെങ്കിൽ അകത്തുനിന്ന് ഒരു പീസ് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. മറ്റേ പീസാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവില്ല, ഇത് അകത്തായിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അകത്തുനിന്ന് ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ മറ്റേ പീസ് അത് ഫ്രണ്ട് പാർട്ടിൻ്റെ കഴുത്തും ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴിയും കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ കട്ടിങ്ങിൽ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ മടക്കുന്നതൊക്കെ ശരിക്കും ശ്രദ്ധിച്ച് മടക്കുക. അതിനുശേഷം ബാക്കിലെ കഴുത്തും ബാക്കിലെ കൈക്കുഴിയും ഫസ്റ്റ് കട്ട് ചെയ്യുക. അതിനുശേഷം ഒരു പീസ് എടുത്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഫ്രണ്ടിലെ കഴുത്തും ഫ്രണ്ടിലെ കൈക്കുഴിയും കട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇനി ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത
ഇപ്പോൾ ലൈൻ ടോപ്പ് ഉണ്ടല്ലോ, സ്ലീറ്റ് ഇല്ലാത്ത ടോപ്പ്, നെയ്റ്റി, ഇതിലൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ ഈ ഒന്നിച്ച് കട്ട് ചെയ്യുന്ന വിധത്തിൽ ഇൻഷാല്ല കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിക്കോളൂ ഇത്. അപ്പോൾ ഇൻഷാല്ല അടുത്ത ക്ലാസ്സുമായി ഉടനെ കാണാം.